നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അമ്മ അച്ഛന്റെ വീട്ടില് പോയതല്ലേ? മോന്റെ ചെറിയച്ഛന്റെ കല്യാണം വരാൻ പോവാ. ആ അപ്പൊ നമുക്ക് ഒരുമിച്ച് അച്ഛന്റെ വീട്ടില് പോവാട്ടോ. മോന്റെ അച്ഛമ്മ സമ്മതിച്ചാ 2 ആഴ്ചയുടെ ഉള്ളില് ചെറിയച്ഛന്റെ കല്യാണം ഉണ്ടാവും. സച്ചി സാറിന്റെ മകളെ മരുമകളായിട്ട് കിട്ടാൻ പോവാന്ന് അറിയുമ്പോ സുശീൽ ആന്റി സമ്മതിക്കാതെ ഇരിക്കുവാനു. കാശുള്ളടത്ത് കമിഴ്ന്ന് വീഴുന്ന ടൈപ്പാ ആന്റിയെ. ഈ കല്യാണത്തിന് 100 വട്ടം സമ്മതിക്കും. അതെ ചേച്ചി, അവരുടെ സ്വഭാവം വെച്ച് പഴയതൊക്കെ അവർ ഒറ്റ നിമിഷം കൊണ്ട് മായ്ച്ചു കളഞ്ഞ് നിന്ന നിപ്പില് പുതിയ ഒരാളായി മാറും. അല്ലെങ്കിൽ അവരോട് സച്ചി സാറിന്റെ കുടുംബം ദ്രോഹമൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇന്ദുവിന്റെ കല്യാണം വരെ മുടക്കിയത് ആ സ്ത്രീയല്ലേ? എന്നിട്ടും സച്ചി സാർ ഇങ്ങനൊരു ആലോചന വെച്ചതേ അത്ഭുതം തന്നെ. സത്യൻ ഇന്ദുവിനെ കല്യാണം കഴിക്കുന്നതോടെ സുശീൽ ആന്റിയുടെ അഹങ്കാരം പത്തി വിടർത്തി ആടും. ഈ ദുഷ്ടന്മാരെ പന പോലെ വളർത്തല്ലേ ദൈവം ചെയ്യുന്നത്. ആ സച്ചി സാറിന്റെ മുന്നില് വേറെ വഴിയൊന്നും ഇല്ലേ ചേച്ചി? ജാതകദോഷം കാരണം മകള് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാ ജീവിതകാലം മുഴുവൻ അവർക്കതൊരു സങ്കടാവില്ലേ? അല്ലെങ്കിലും സത്യേട്ടന് എന്താ ചേച്ചി കുഴപ്പം? പണമില്ലെന്നല്ലേ ഉള്ളൂ. ബാക്കിയെല്ലാം കൊണ്ടും ഇന്ദുവിന് ചേർന്ന ആള് തന്നെ സത്യേട്ടൻ. ആ സത്യൻ എന്തായാലും ഇന്ദ്രനെ പോലെ അമ്മയുടെ താളത്തിന് തുള്ളില്ല. ഇന്ദുവിനോട് അവന്റെ അമ്മ പോരെടുക്കാൻ തുടങ്ങിയാലേ സത്യം ഭാര്യയെ വിളിച്ച് മാറി താമസിക്കും. സത്യേട്ടൻ അങ്ങനെ ആയിരിക്കില്ല ചേച്ചി ചെയ്യാൻ പോകുന്നത്. ഭാര്യയോടൊപ്പം അവിടെ തന്നെ താമസിച്ച് അമ്മയുടെ പോര് സത്യേട്ടൻ എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കും. അല്ലെങ്കിലും എന്നോട് കാണിച്ച ദുഷ്ടതയൊന്നും അമ്മ വേറൊരു മരുമകളോട് കാണിക്കില്ലേ ചേച്ചി? മനീഷയോട് പോലും കാണിച്ചിട്ടില്ല. അമ്മയ്ക്ക് അവളുടെ കുടുംബത്തിലെ സ്വത്തും പണമായിരുന്നു നോട്ടം. സച്ചി സാറിന്റെ കുടുംബം അതിനേക്കാൾ ഉയരത്തിലല്ലേ? എങ്ങനെയെങ്കിലും അവരോട് ചേർന്ന് നിന്ന് നേട്ടം ഉണ്ടാക്കാനേ അമ്മ നോക്കൂ.